ഹാസ്യവേദികളിൽ നിന്ന് വെള്ളിത്തിരയിലെത്തി മലയാളിക്ക് ചിരിയുടെ വസന്തം സമ്മാനിക്കുകയും പിന്നീട് അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകരെ കണ്ണീരണിയിച്ച് അഭിനയ പ്രതിഭ തെളിയിക്കുകയും ചെയ്ത ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് സലീം കുമാർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലായിരുന്നു അന്ത്യം. മലയാള സിനിമയിൽ പകരം വെക്കാനില്ലാത്ത ഒരു വലിയ ശൂന്യത ബാക്കിയാക്കിയാണ് ചിരിയുടെയും ചിന്തയുടെയും ആ തമ്പുരാൻ വിടവാങ്ങിയത്. മിമിക്രിയിലൂടെ കലാരംഗത്ത് സജീവമായ അദ്ദേഹം പിന്നീട് മലയാള ചലച്ചിത്ര ലോകത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറുകയായിരുന്നു. ലാൽ ജോസ് സംവിധാനം ചെയ്ത 2005 പുറത്തിറങ്ങിയ അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രം സലീം കുമാറിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായിരുന്നു. അതുവരെ കാണാത്ത വികാര തീവ്രമായ ഒരു അച്ഛൻ കഥാപാത്രത്തെയാണ് അദ്ദേഹം ആ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. ക്രൂരമായ പീഡനത്തിനിരയായ മകളുടെ നീതിക്കായി പോരാടുന്ന സാമുവൽ എന്ന അച്ഛൻ മലയാളി മനസ്സിനെ ആഴത്തിൽ പൊള്ളിച്ചു. ഹാസ്യനടൻ എന്ന ലേബലിൽ നിന്ന് സലീം കുമാറിനെ മലയാളത്തിലെ ഏറ്റവും മികച്ച സ്വഭാവ നടന്മാരിലേക്ക് ഉയർത്തിയത് ഈ ചിത്രമാണ്. സാമുവലായുള്ള പകർന്നാട്ടത്തിന് ആ വർഷത്തെ മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. തുടർന്ന് ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സ്വന്തമാക്കി. ചിരിപ്പിക്കുക മാത്രമല്ല ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതായിരുന്നു സലീം കുമാറിന്റെ ഹാസ്യശൈലി. അദ്ദേഹം അവതരിപ്പിച്ച പല കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും ഇന്നും മലയാളികളുടെ ദൈനംദിന ജീവിതത്തിലെ ട്രോളുകളായും തമാശകളായും നിലനിൽക്കുന്നു. തെങ്കാശിപ്പട്ടണം, കല്യാണരാമൻ, പുലിവാൽ കല്യാണം, ചതിക്കാത്ത ചന്തു തുടങ്ങി 100 കണക്കിന് ചിത്രങ്ങളിലൂടെ അദ്ദേഹം മലയാളിക്ക് സമ്മാനിച്ച ചിരിമുഹൂർത്തങ്ങൾ അനശ്വരമാണ്.